ഹായ് സിജിയാണ് കേട്ടോ. കൊലസി കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അരേലിയ പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റീസിനെ കുറിച്ചും അതിൻ്റെ പ്രൊപ്പഗേഷൻ, കെയറിങ് എന്നിവയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അരേലിയ ഗ്രീൻ പോളീസിയാസ് ഫ്രൂട്ടിക്കോസ എന്നതാണ് നമ്മുടെ ഫസ്റ്റ് അരേലിയ പ്ലാന്റ്. ഒത്തിരി വെറൈറ്റീസുകളിൽ അരേലിയ പ്ലാന്റ്സുകളുണ്ട്. കോമൺ ആയിട്ട് കാണുന്നവയും പിന്നെ വല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഒത്തിരി വെരിഗേറ്റഡ് ആയിട്ടുള്ളവയും ഒക്കെയുണ്ട്. ഏകദേശം 78ൽ കൂടുതൽ തന്നെ പലതരത്തിലുള്ള അരേലിയ പ്ലാന്റ്സുകൾ ഇന്ന് കാണാറുണ്ട്. ഇതൊരു നല്ല ബുഷിയായിട്ട് എപ്പോഴും നല്ല ഗ്രീനറി നിറച്ച് പുതിയതായിട്ട് വരുന്ന ലീഫുകളൊക്കെ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ കാണപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു അരേലിയ പ്ലാന്റാണ് ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ പ്ലാന്റ്. അരേലിയ പ്ലാന്റുകൾക്കെല്ലാം തന്നെ നല്ല ലൈറ്റ് ഇഷ്ടമാണ്. നല്ല ലൈറ്റുള്ളിടത്ത് വെച്ചെങ്കിൽ മാത്രമേ ആ ഒരു ലീഫിൻ്റെ ഭംഗി നന്നായിട്ട് വരികയുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, പുതിയതായിട്ട് വരുന്ന ലീഫുകളൊക്കെ നല്ല ഒരു ഭംഗി തിക്കായിട്ട് ഒരു ഗ്രീനും യെല്ലോയും കൂടെ കലർന്ന ഒരു കളറിലാണ് കാണുന്നത്. കുറച്ച് മെച്ചറാകുമ്പോൾ അതൊരു നല്ല ഡാർക്ക് ഗ്രീൻ കളറിലോട്ട് മാറും. അപ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നമുക്ക് നല്ല ഭംഗിയിൽ ഈ ചെടി ബുഷിയാക്കി വളർത്തിയെടുക്കാം. അടുത്ത ചെടി ഏതാണെന്ന് നോക്കിയാലോ. അടുത്തത് അധികം കോമൺ ആയിട്ട് കാണാത്ത പോളീസിയാസ് ഗിൽഫോയിലി ബ്ലാക്കി ബ്ലാക്ക് എന്ന തരത്തിലുള്ള ഒരു അരേലിയ പ്ലാന്റാണ്. അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. നല്ലൊരു ബ്ലാക്കിഷ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫുകളാണ്. ശരിക്കും ഒരു കേളി ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഷേപ്പിലുള്ള ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. ആ ഒരു ലീഫിൻ്റെ ആ ഒരു പാറ്റേണും സ്ട്രക്ചറും ഒക്കെയാണ് ഈ ചെടി നല്ല മനോഹരമാക്കുന്നത്. നല്ല വെയിലുള്ളിടത്ത് വെക്കണം. മാത്രമല്ല ഈ ലീഫുകളുടെ എൻഡ് ഭാഗത്തായിട്ട് സൈഡിലായിട്ട് ഒരു മാർജിൻ പോലെ ചെറിയ ഒരു കുഞ്ഞ് ഹെയേഴ്സ് പോലെ ഒരു ലൈറ്റ് റെഡ് കളറിലുള്ള കുഞ്ഞ് ഹെയേഴ്സുകളും കാണാറുണ്ട്. നന്നായിട്ട് നമുക്ക് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ലീഫുകളുടെ സ്ട്രക്ചർ ശരിക്കും നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിനെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, ഈ ലീഫിൻ്റെ മാർജിനൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയിൽ കുഞ്ഞ് ഹെയേഴ്സ് പോലെ അതിൻ്റെ എഡ്ജ് ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു അരേലിയ പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇതിനെയും പ്രൊപ്പഗേഷൻ മറ്റുള്ള അരേലിയ പ്ലാന്റ്സിനെ പോലെ തന്നെ ആണ്. ഇതിൻ്റെ ഒരു ചെറിയ ഒരു സ്റ്റെം കട്ടിങ് മാത്രം മതി. നമുക്ക് ഈ ചെടിയെ നല്ല ഭംഗിയിൽ പുതിയ തൈകളൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത് വളർത്താൻ സാധിക്കും. അടുത്തത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയൊക്കെ വീട്ടിലുള്ള വൈറ്റ് വെരിഗേഷനോട് കൂടിയ സ്നോബുഷ് വെറൈറ്റി അരേലിയ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ജെറാനിയത്തിൻ്റെ സെയിം തന്നെ പ്ലാന്റാണ്. പക്ഷേ ഇത് ഒരു വെരിഗേഷൻസോട് കൂടിയവയാണ്. നല്ല വെയിലുള്ളിടത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വൈറ്റ് വെരിഗേഷൻ നന്നായിട്ട് കൂടി വരും. അതായത് ശരിക്കും ഒരു വൈറ്റ് കളറിലായിട്ട് മാറും. അപ്പോൾ ശരിക്കും നമ്മുടെ സ്നോയൊക്കെ മുകളിൽ വീണിരിക്കുന്നത് പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ സ്നോബുഷ് അരേലിയ എന്ന് വിളിക്കുന്നത്. നല്ല ഭംഗിയിൽ ഇതിനെ നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നല്ല ബോൾ ഷേപ്പിലൊക്കെ നമുക്ക് വെട്ടി നിർത്തി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത്. പോട്ട്സിലല്ലാതെ നിലത്തും നമുക്ക് ഈ ചെടി ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു ബോർഡറൊക്കെ പിടിച്ച് നട്ടു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വളർന്നു വരും. അടുത്ത ചെടി ഏതാണെന്ന് നോക്കിയാലോ. അടുത്തത് നമ്മുടെ ജെറാനിയം തന്നെയാണ്. ജെറാനിയം അരേലിയ ഗ്രീൻ ആണ്. നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറോടുകൂടി നല്ല ഭംഗിയിൽ ഇലകളോട് കൂടിയ ഒരു അരേലിയ പ്ലാന്റാണ് ജെറാനിയം അരേലിയ. ഇതും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അരേലിയ പ്ലാന്റാണ്. ഇതിനെ നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് ബോൾ ഷേപ്പിലൊക്കെ ആക്കി പോട്ടിലൊക്കെ നട്ട് കൊടുക്കാം. ഇനി അതല്ല, പോട്ടിലല്ലാതെ നമുക്ക് നിലത്തും നല്ല ഭംഗിയിൽ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ ജെറാനിയം അരേലിയ പ്ലാന്റ്സ്. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കിയാലോ. വെരിഗേറ്റഡ് ഡിന്നർ പ്ലേറ്റ് അരേലിയ വളരെ കോമൺ ആയിട്ടൊക്കെ കണ്ടുവരുന്ന ഒരു അരേലിയ പ്ലാന്റാണ്. ഇതിനെ നമുക്ക് ഇൻഡോർ ആക്കിയും ഔട്ട്ഡോർ ആയും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്താം. ഇനി വേണമെങ്കിൽ നമുക്ക് ബോൺസായി ആയും ഒക്കെ നല്ലതായിട്ടും കട്ട് ചെയ്ത് ബോൺസായി ആയി സെറ്റ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ വെരിഗേറ്റഡ് ഡിന്നർ പ്ലേറ്റ് അരേലിയ. ഇതിൻ്റെ തന്നെ വെരിഗേഷൻ ഇല്ലാത്ത ഗ്രീൻ വെറൈറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. സെൻട്രലായി ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ സൈഡിലായിട്ട് ഒരു വൈറ്റ് വെരിഗേഷനോട് കൂടിയതാണ് അത്. അടുത്തത് നമ്മുടെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബോൾ അരേലിയ ഗ്രീൻ ആണ്. ബോൾ അരേലിയ തന്നെ ഗ്രീനും ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഡൻ കളറിലുമുണ്ട്. അതായത് ഗോൾഡൻ അരേലിയ, ഗ്രീൻ അരേലിയ എന്ന് 2 വെറൈറ്റീസുകളുണ്ട്. അപ്പോൾ ഗോൾഡൻ അരേലിയ നമ്മൾ നല്ല വെയിലുള്ളിടത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഒരു യെല്ലോ കളറായിട്ട് മാറും. എന്നാൽ ഗ്രീൻ അരേലിയ ആ ഒരു യെല്ലോ കളറിലോട്ട് മാറത്തില്ല. അതൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അരേലിയ പ്ലാന്റുകളുടെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വാട്ടർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണത്. നമ്മളിനി ഇടയ്ക്കിടയ്ക്കിട്ടൊക്കെ വെള്ളമൊക്കെ ആവശ്യത്തിന് കൊടുക്കാതിരുന്നാൽ ഇതിൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഇനി വെള്ളം കൂടിപ്പോയാലും ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഡ്രൈ ആവുന്ന അവസ്ഥയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം നൽകി ഈ പ്ലാന്റിനെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാം.
ഈ അരീലിയാസിനെ, അതായത് ബോൾ അരീലിയായി നമുക്ക് എക്സാക്റ്റ് ബോൾ ഷേപ്പിലാക്കാൻ ഇപ്പോൾ നമ്മൾ 30-20 രൂപയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞ് അരീലിയ പ്ലാന്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അതായത് ഗാർഡൻ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ കൊണ്ടുവന്ന ചെറിയ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ബോൾ ഷേപ്പിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ തുടങ്ങണം. ശരിക്കും ഫസ്റ്റൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ബോൾ ഷേപ്പിലാവത്തില്ല. വളരുന്നതിനനുസരിച്ച് നമ്മൾ എന്നും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഒരു ബോൾ ഷേപ്പിലോട്ട് മാറിക്കിട്ടും. ചെടി നന്നായിട്ട് വളർന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബോൾ ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല കേട്ടോ. നന്നായിട്ട് ബോൾ ഷേപ്പിൽ വരണമെങ്കിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അതിനെ ആ ഒരു ബോൾ ഷേപ്പിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് വളരുന്നതിനനുസരിച്ച് നല്ല എക്സാക്റ്റ് ബോൾ ഷേപ്പിലായി വരികയുള്ളൂ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. ഇതൊരു കുഞ്ഞ് തണ്ട് മതി, ഏതെങ്കിലും ഒരു കുഞ്ഞ് സ്റ്റെം കട്ടിങ് മതി. നമ്മൾ മണ്ണിൽ കുഴിച്ച് വെച്ചാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ വേരൊക്കെ വരും. എന്നിട്ട് നമുക്കെടുത്ത് ഏതെങ്കിലുമൊക്കെ പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇനി നമ്മൾ പ്രൂൺ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പീസസുകൾ ഉണ്ടെങ്കിൽ അതും നമുക്കെടുത്ത് മണ്ണിൽ കുത്തിവെച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് കീടശല്യങ്ങൾ ഒന്നും തന്നെ ഈ ചെടിക്ക് ഉണ്ടാകാറില്ല. പിന്നെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് വളരണമെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫെർട്ടിലൈസർ നൽകാം. ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നൽകാം. ഇനി അതല്ല, ലീഫി പ്ലാന്റ്സുകൾക്ക് കൊടുക്കുന്ന NPK അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്താൽ കൂടുതൽ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളർന്നു വരും. പിന്നെ വെയിലിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. നല്ല വെയിലുള്ളിടത്ത് വെച്ച് വേണം നമ്മുടെ അരേലിയ പ്ലാന്റ്സ് വളർത്താൻ. എങ്കിൽ മാത്രമേ നല്ല ഹെൽത്തി ആയ അരേലിയ പ്ലാന്റ് നമുക്ക് കിട്ടുകയുള്ളൂ. എന്താണെന്നറിയില്ല, അരേലിയ പ്ലാന്റ്സിനോട് ഇപ്പോൾ വല്ലാത്ത ഒരു പ്രണയം. ഒത്തിരി അരേലിയ പ്ലാന്റ്സ് സ്വന്തമാക്കണമെന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോകൾ നമുക്ക് സ്വന്തമാക്കിയ പുതിയ അരേലിയ പ്ലാന്റ്സുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.